അരുൺകുമാറിലേക്കാണ്. അരുൺകുമാർ, ഇന്നിപ്പോൾ പത്രിക പ്രകടന പത്രിക രണ്ട് കൂട്ടരും ഒരേ സമയത്ത് LDF-ന്റെയും UDF-ന്റെയും പ്രകടന പത്രികകൾ ഒരേ സമയത്താണ് ആ പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. നിങ്ങളുടെ പ്രകടന പത്രിക LDF-ന്റെ പ്രകടന പത്രികയ്ക്ക് ഒരു മേൽക്കൈ ഉണ്ടെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാനാകുമോ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവകാശവാദമുണ്ട്? സ്മൃതി, പ്രകടന പത്രിക എന്നുള്ളത് നടപ്പാക്കാനുള്ളതാണ് എന്നും അത് സമയബന്ധിതമായി നടപ്പാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ് എന്നും ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം മുന്നോട്ട് വെച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 2016 ഞങ്ങൾ 600 കാര്യങ്ങളാണ് പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയത്. അതിൽ 590 കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ആ 5 വർഷം നിരവധി പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും അന്വേഷിച്ച് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ പോലും അവസരം നിഷേധിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയത്. 2021 കോവിഡ് കാലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ 900 കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആ 900 കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിദാരിദ്ര്യ സർവേ പ്രഖ്യാപിച്ചുകൊണ്ട് അതിദാരിദ്ര്യരെ കണ്ടെത്തുവാനും അതിദരിദ്രരില്ലാത്ത കേരളമാക്കി കേരളത്തെ പുനഃസൃഷ്ടിക്കുവാനും നടത്തിയ ഇടപെടലുകൾ നമുക്ക് ഓർമ്മയുണ്ട്. അത് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴുമെല്ലാം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുവാനും ശ്രദ്ധിച്ചു. 10 വർഷത്തിനിടയിൽ 9 പ്രോഗ്രസ് റിപ്പോർട്ടാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതിൽ ചെയ്ത കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇനി പെൻഡിംഗ് ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സൂചിപ്പിച്ചു. ഇപ്പോൾ 60 ഹെഡിങ്ങിൽ 950 കാര്യങ്ങൾ 2026 പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നു. അതായത് 2031 വരെയുള്ള 5 വർഷത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ചയിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചത്. ഇത് തുടർച്ചയാണ്. 2016 മുതൽ 21 വരെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 2.25 ലക്ഷം വീടാണ് കൊടുത്തതെങ്കിൽ ആ 10 വർഷം കൊണ്ട് അത് 5 ലക്ഷം വീടായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, വീടില്ലാത്തവർ ഈ കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും, അവശേഷിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കും. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയായിരുന്നു. അത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പ്രകടന പത്രികയിൽ 1000 രൂപ എന്നാണ് 2016 പറഞ്ഞത്. പക്ഷേ ആ കാലയളവിൽ തന്നെ അത് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും 62 ലക്ഷം പേർക്കാണ് ഈ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്. UDF-ന്റെ കാലത്ത് അത് 32 ലക്ഷമായിരുന്നു. ഏകദേശം ഇരട്ടിയായി പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഈ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും എന്നതാണ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്നാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച ആശയം. അതിന്റെ പഠനത്തിന്റെ ഭാഗമായി 64,006 കുടുംബങ്ങളെ കണ്ടെത്തി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ കേവല ദാരിദ്ര്യം 5 ലക്ഷം പേരെ ദരിദ്ര വിമുക്തരാക്കി മാറ്റുകയും ദരിദ്രരില്ലാത്ത പാവപ്പെട്ട എന്ന ഒരു പ്രയോഗം പോലും നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ മുഴുവൻ ആളുകളെയും ജീവിതത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക്, ഒരു വികസിത തലത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ പഠിച്ചാൽ മുഴുവൻ ആളുകൾക്കും ജോലി ഉറപ്പ്, ബാക്ക് ടു ക്യാമ്പസ് എന്ന രൂപത്തിൽ നൈപുണ്യ വികസനത്തിന്റെ എല്ലാവിധ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തും. വിവിധ വിദ്യാഭ്യാസത്തിന് വേണ്ടി ക്യാമ്പസുകളിൽ എത്തുന്ന, സർവകലാശാലകളിൽ എത്തുന്ന വിദ്യാർത്ഥിനികളെ വിവിധ വിഷയങ്ങളിൽ ഉള്ള എക്സ്പെർട്ടുകളാക്കി മാറ്റുന്ന, വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുന്ന ബാക്ക് ടു ക്യാമ്പസ് പദ്ധതിയും പഠിക്കുന്നവരും പഠനം കഴിഞ്ഞു പോയവരെയും വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുന്ന പദ്ധതി, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 50% ജോലി ഉറപ്പുവരുത്തുന്ന പദ്ധതി, വന്യജീവികൾ കാടിറങ്ങാതിരിക്കുവാനും വർഷങ്ങളായി നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം, അതുപോലെ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ, അതുപോലെ നമ്മുടെ ശബരി റെയിൽ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കും. ലെവൽ ക്രോസുകളില്ലാത്ത റെയിൽവേ സംവിധാനം, അതുപോലെ തന്നെ എല്ലാ ടൗണുകളിലും ഒരു തരത്തിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാത്ത തരത്തിൽ ബൈപ്പാസുകൾ അടക്കം, അതുപോലെ 60 ഹെഡിങ്ങുകളിൽ 950 കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി 199 പേജിലായിട്ട് ഈ പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അരുൺകുമാർ, 2021 വാഗ്ദാനങ്ങൾ 99% പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഇവിടെ പഠിച്ച് ഇവിടെ ജോലി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ആരും പുറത്തേക്ക് പോകുന്നില്ല, എല്ലാവരും ഇവിടെ തന്നെ എന്ന രൂപത്തിൽ നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ഈ നോർക്ക റൂട്ട്സിന്റെ തന്നെ കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിലേക്ക്, GCC ഇതര സംസ്ഥാനങ്ങളിലേക്ക് സ്ത്രീ കുടിയേറ്റം വലിയ തോതിൽ നടന്നിട്ടുണ്ട്. അത് 2018 15.8 ആയിരുന്നുവെങ്കിൽ 2026 ആകുമ്പോഴേക്കും അത് 40.5 ഉയരുന്നുണ്ട്. ഇവിടെ നിന്നും സ്ത്രീ കുടിയേറ്റക്കാരാണ് ജോലിക്കായി പോയത്. ഇനി പഠനത്തിനായി പോയ
സ്ത്രീകൾ മാത്രം, വിദ്യാർത്ഥികളുടെ മാത്രം കണക്ക് എന്നുള്ളത് 45.60% ഇത്ര വലിയ കണക്കാണ് നോക്കൂ. 2.5 ലക്ഷം വിദ്യാർത്ഥികൾ പുറത്താണ്. 2 ലക്ഷം വിദ്യാർത്ഥികൾ ഇവിടെ പഠന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ പുറത്തേക്ക് പോകുന്നത് ഇവിടുത്തെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളാലാണ് എന്ന് തന്നെ പലതരം വിവരങ്ങളും വന്നതാണ്. ഇപ്പോൾ നോർക്ക റൂട്ട്സിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന്. രണ്ടാമത്തെ, അങ്ങേക്ക് ഒരുമിച്ച് മറുപടി പറയാം. രണ്ടാമത്തത്, ഈ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 2021 700 രൂപ ദിവസം കൂലി വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ 2025 നവംബർ വരെ പ്രതിമാസം നൽകിയ ഓണറേറിയം 7000 രൂപയാണ് പ്രതിമാസം. സമരങ്ങൾക്കൊടുവിൽ 2025 നവംബർ 1 മുതൽ അത് 1000 രൂപ കൂട്ടി 8000 ആക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ 2026 എത്തുമ്പോൾ പ്രതിദിനം അത് 300 മാത്രമാണ്. ഈ 700 എന്ന വാഗ്ദാനം ഇതുവരെ നടപ്പായിട്ടില്ല. അപ്പോൾ ഈ 99% വാഗ്ദാനങ്ങൾ നടപ്പായി എന്നതിൽ 2 എണ്ണം വെട്ടിക്കഴിഞ്ഞല്ലോ. ഇനിയും അങ്ങനെ നോക്കിയാൽ പലതും ഉണ്ടാകും. അപ്പോൾ ഇതിലെത്രത്തോളം സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്? നിങ്ങൾക്ക് രണ്ടല്ല എത്ര വേണമെങ്കിലും പരിശോധിച്ച് ഞങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ഞങ്ങളത് വളരെ സുതാര്യമായിട്ടാണ് ചെയ്യുന്നത്. 600 കാര്യങ്ങളിൽ 590 കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ളത് 5 പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഓരോ വർഷവും അവതരിപ്പിച്ചതാണ്. അതുപോലെ തന്നെ 900 കാര്യങ്ങളിൽ 4 പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ തന്നെ നടപ്പാക്കിയ പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളും എല്ലാം കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പങ്കു പറഞ്ഞു, പഠനത്തിന്റെ ഭാഗമായിട്ട് വിദേശത്തേക്ക് കുട്ടികൾ പോകുന്ന എണ്ണം സൂചിപ്പിച്ചു. എന്നാൽ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ആധികാരികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നതിൽ പഠനത്തിന്റെയും ജോലിയുടെയും ഭാഗമായി മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഈ കേരളമില്ല. കേരളത്തിൽ നിന്ന് കുട്ടികൾ പഠനത്തിനും ജോലിക്കും പോകുന്ന രീതി ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കാലം മുതൽ 60കളിലും 70കളിലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് കുറെ പോകുന്നുണ്ട്, പക്ഷേ തിരിച്ചുമുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ച വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 81 ലോകരാജ്യങ്ങളിലെ 1620 കുട്ടികളാണ് അപേക്ഷ കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 61 ലോകരാജ്യങ്ങളിലെ 1859 വിദേശ വിദ്യാർത്ഥികൾ, അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും റഷ്യയും ചൈനയും അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ നിന്ന് വരെ ഈ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള കുതിപ്പ്, ആ കുതിപ്പ് കഴിഞ്ഞ 5 വർഷമായി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വൻകിട വ്യവസായ സംരംഭകരുമായി കൂടിയാലോചിച്ച് അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള എക്സ്പെർട്ടുകളെയാണോ വേണ്ടത് അത്തരം എക്സ്പെർട്ടുകളെ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കുവാനും അവർക്ക് കേരളത്തിൽ തന്നെ വിദേശത്ത് കിട്ടുന്ന ജോലിയും മറ്റ് സൗകര്യങ്ങളെക്കാൾ ഉപരി ലഭിക്കുന്ന തരത്തിൽ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയ വിദ്യാർത്ഥികൾ അവർ മൈഗ്രേറ്റ് ചെയ്ത് വിദേശത്തേക്ക് അവരുടെ സേവനം പോകുന്നതിന് തടയാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമാക്കി മുന്നോട്ട് പോയി ഇവിടെ ഞാൻ പറഞ്ഞത് നോർക്ക റൂട്ട്സിന്റെ കണക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നോർക്ക റൂട്ട്സിന്റെ കണക്കാണ്, അങ്ങോട്ട് തർക്കിക്കാനല്ല. നോർക്ക റൂട്ട്സിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ വേൾഡ് മൈഗ്രേഷൻ കണക്കുകൾ നോക്കിയാൽ 2024 കണക്ക് നോക്കുമ്പോൾ 18 ദശലക്ഷം പേർ ഇന്ത്യയിൽ നിന്ന് തന്നെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കേരളത്തിലെ കണക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ നോർക്ക റൂട്ട്സിന്റെ കണക്ക് പ്രകാരം GCC ഇതര രാജ്യങ്ങളിലേക്ക് സ്ത്രീ കുടിയേറ്റം കൂടി എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞ ആശാ വർക്കർമാരുടെ കാര്യം, അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അത് താങ്കൾ ആദ്യം പറഞ്ഞ കണക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയണം, ജനങ്ങൾ കേൾക്കണം. ഇവിടുന്ന് വനിതകൾ തന്നെ, സ്ത്രീകൾ തന്നെ വിദേശത്തേക്ക് ഇത്രയധികം കുടിയേറ്റമല്ല. ഈ കേരളത്തിൽ നിന്ന് പഠിച്ച് മുന്നേറി വിദേശ രാജ്യങ്ങളിലടക്കം, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നേഴ്സുമാരായിട്ടും മറ്റ് ഡോക്ടർമാരായിട്ടും മറ്റ് പാരാമെഡിക്കൽ മേഖലകളിലെല്ലാം ജോലിയെടുക്കാൻ ശേഷിയുള്ളവരായി പ്രാപ്തരാക്കപ്പെടുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. അതായത് നല്ല ജീവിത സാഹചര്യത്തിനായി വിദേശത്തേക്ക് പോകുന്നു, അവിടുത്തെ ജോലിയിലേക്ക് പോകുന്നു, ഇവിടെ നഴ്സിംഗ് പഠനം കഴിഞ്ഞു പോകുന്നു. ഇവിടുത്തെ നഴ്സിംഗ് പഠനത്തിന്റെ മികവ് എന്നതാണ് അവകാശപ്പെടുന്നെങ്കിൽ അത് അവകാശവാദമായി ഉന്നയിക്കാം. പക്ഷേ ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇവിടെ ജോലി ചെയ്ത് ഇവിടെ തുടരാമെന്ന് തീരുമാനിക്കാതെ അങ്ങോട്ട് പോകുന്നു. അതിൽ വലിയ കണക്കാണെന്നേ. ഇത് വലിയ കണക്കായി 45.60% പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോകുന്നു എന്നുള്ളതും സ്ത്രീ കുടിയേറ്റം ജോലിക്കായി വലിയ രൂപത്തിൽ നടക്കുന്നു എന്നുള്ള കണക്കും ഞാൻ പറഞ്ഞത് 40.5%. അത് ചെറിയ കണക്കല്ല. ഇനി ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അങ്ങേക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയാം. അതല്ലേ, താങ്കൾ എത്ര ശതമാനം പറഞ്ഞാലും
ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിനും ജോലിക്കും പോകുന്ന യുവതി യുവാക്കളുടെ കണക്കിൽ ശതമാന കണക്കിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല എന്നത് ഏറ്റവും ആധികാരികമായിട്ടുള്ള വിവരം കേന്ദ്ര ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ടതാണല്ലോ. അപ്പൊ ഈ പറഞ്ഞ കണക്ക് ലോകത്തെവിടെയും ജോലിയെടുക്കാൻ പാകത്തിന് കേരളത്തിലെ യുവതി യുവാക്കളെ പ്രാപ്തരാക്കുന്നു. ഈ പ്രകടന പത്രിക വരുന്ന 5 വർഷത്തേക്കാണ്. ആ 5 വർഷത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, കേരളത്തിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വിദേശത്ത് ജോലി എടുക്കുന്നതിനേക്കാൾ ഏറ്റവും ആകർഷകമായിട്ടുള്ള സേവന വേതന വ്യവസ്ഥകൾ കേരളത്തിൽ തന്നെ ഉറപ്പുവരുത്തും. അപ്പോൾ അവർക്ക് സ്വന്തം നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ജോലി ചെയ്യാനും വിദേശത്ത് കിട്ടുന്ന സൗകര്യത്തെക്കാൾ മെച്ചപ്പെട്ട സൗകര്യം ഇവിടെ ഉറപ്പുവരുത്താൻ കഴിയും എന്നതാണ് ഞങ്ങളുടെ പ്രകടന പത്രിക, വരുന്ന 5 വർഷത്തേക്കുള്ള പ്രകടന പത്രിക. ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു അവരുടെ സ്റ്റൈഫൻഡ് ഇൻസെന്റീവ്. അത് ഞങ്ങൾ 9000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. താങ്കൾ പറയുമ്പോൾ ഒരു 8000 നിന്നുള്ളൂ, ഇപ്പൊ 8000 അല്ല 9000. 10 വർഷം കൊണ്ട് 8000 രൂപയുടെ വർധനവാണ് LDF സർക്കാർ ഉണ്ടാക്കിയത്. അത് 9000 രൂപയാക്കി മാറ്റി. അത് ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്, ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, അതും മെച്ചപ്പെട്ട രീതിയിൽ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാഗ്ദാനം എന്തായിരുന്നു, നടപ്പായത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് ചില ഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്ല, അങ്ങനെയല്ലല്ലോ. നമ്മൾ നമ്മുടെ നിലവാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറെ രൂപത്തിൽ നിലവാരമാണെന്ന് നമ്മൾ പല ഘട്ടങ്ങളിലും അവകാശപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള ഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി ഒരു പ്രത്യേക താരതമ്യം നടത്തുന്നത് ശരിയാണോ എന്നങ്ങ് ആലോചിക്കണം. ഇവിടെ സമരങ്ങൾ നടന്നതാണ്, ഇവിടെ ഓണറേറിയം നൽകാൻ വകുപ്പില്ല എന്ന് പറഞ്ഞതാണ്, 700 രൂപ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും അത് 300-ൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ അങ്ങിലേക്ക് വരാം. ജിൻഡോ, നിങ്ങളുടെ ഒറ്റ സെക്കൻഡ് മതി, അര മിനിറ്റ് മതി. തെറ്റിദ്ധരിപ്പിക്കില്ല ജനങ്ങളെ. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ ചർച്ച, സത്യം അറിയാൻ വേണ്ടിയിട്ടല്ലേ. ഏതെങ്കിലും തരത്തിൽ ഒരു കേന്ദ്ര സ്കീമിൽ സംസ്ഥാനത്തിന് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മേഖല, ആ മേഖലയിൽ ഏറ്റവും മാക്സിമം ആണ് 10 വർഷത്തിനുള്ളിൽ 8000 രൂപ വർദ്ധിപ്പിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ പഴയ പ്രകടന പത്രികയിൽ 2021 പ്രകടന പത്രികയിൽ ഒരു കേന്ദ്ര സ്കീമിലുള്ള ഒരു വർക്കിൽ ഇത്ര വർക്കേഴ്സിന് അവരെ ഒരു തൊഴിലാളി എന്ന രൂപത്തിൽ പരിഗണന പോലും ഇല്ല, അവർക്ക് ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ വാചകം താങ്കൾ കാണിക്കാമെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാന്ന് വെച്ചാൽ, ഇത് 700 രൂപ വാഗ്ദാനം നിങ്ങൾ പറഞ്ഞതാണല്ലോ, അത് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 300 വരെ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, അത് കേന്ദ്ര സ്കീമിൽപ്പെട്ടവർക്ക് 700 രൂപ ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ല. ആ വാചകം കൃത്യമായി താങ്കൾ വായിച്ചാൽ താങ്കൾക്കും മനസ്സിലാകും, പ്രേക്ഷകർക്കും മനസ്സിലാകും. ശരി, 2021 വാഗ്ദാനം എന്ന നിലയ്ക്ക് ഞാൻ വായിച്ചതാണ്, എനിക്ക് കിട്ടിയ വിവരമാണ്. ഞാൻ പരിശോധിക്കാം. അങ്ങനെയല്ല എങ്കിൽ അങ്ങേക്ക് അത് ഡിബേറ്റ് ചെയ്യാം. ഞാൻ ജിൻഡോയിലേക്ക് ഞാൻ അടുത്ത ഘട്ടത്തിൽ ക്ലാരിറ്റി വരാം. Debate with Smriti Parathikkad.